CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ രൂക്ഷ വിമർശനം. പാർട്ടി കോട്ടകളിലുണ്ടായ തോൽവി അണികൾ നേതൃത്വത്തെ തിരുത്തിയതിന് തുല്യമാണെന്നും ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് പോയത് വലിയ തിരിച്ചടിയായെന്നും നേതാക്കൾ വിലയിരുത്തി. പിഴവുകൾ പരിശോധിച്ച് അടിയന്തരമായി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. എളമരം കരീം, P. രാജീവ്, P. സതീദേവി ഉൾപ്പെടെയുള്ള 4 നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. YS അഭിനന്ദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. YS അഭിനന്ദ്, ഗുഡ് ഈവനിംഗ്. YS അഭിനന്ദ്, കേന്ദ്ര കമ്മിറ്റിയിൽ എങ്ങനെയാണ് വിമർശനങ്ങൾ ഉയർന്നത്? എന്തായിരുന്നു വിമർശനത്തിന്റെ ഒരു സ്വഭാവം? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് ഈവനിംഗ്. ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും പിന്നാലെ ഇപ്പോൾ വിമർശനം കേന്ദ്ര കമ്മിറ്റിയിലേക്കും എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള 4 അംഗങ്ങളാണ് സംസാരിച്ചത്. P. സതീദേവി, എളമരം കരീം, P. രാജീവ് ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചു. പാർട്ടി കോട്ടകളിലെ തോൽവി അത് അണികൾ തന്നെ പാർട്ടിയെ തിരുത്തിയതിന് തുല്യമാണെന്നുള്ള വിലയിരുത്തലിലേക്കാണ് നിലവിൽ കേന്ദ്ര കമ്മിറ്റി കടന്നിരിക്കുന്നത്. മട്ടന്നൂരിലെയും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അടക്കം തോൽവികൾ വലിയ രീതിയിൽ തന്നെ പാർട്ടിയെ ബാധിച്ചു. പാർട്ടി കോട്ടകളായിരുന്നു ഇത്. പാർട്ടിയുടെ വോട്ടുകൾ മാത്രം മതി അവിടെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ. പക്ഷേ അതിന് സാധിക്കാത്തത് ഇത്തവണ പാർട്ടിക്കൊരു മുന്നറിയിപ്പ് സഖാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ചില ജനവിരുദ്ധ നയങ്ങൾ അത് പാടെ പ്രചാരണത്തിലേക്ക് മാധ്യമങ്ങളടക്കം നടന്നു. ആ മാധ്യമങ്ങൾ ഏറ്റെടുത്ത പ്രചാരണം സഖാക്കൾക്കിടയിലും വ്യാപിച്ചു. അതാണ് ഇത്തരത്തിലേക്കൊരു വലിയ തിരിച്ചടി ഉണ്ടായതെന്നും ഇനിയെങ്കിലും പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുത്തൽ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഈ വാർത്താ സമ്മേളനങ്ങളിൽ ഉടനീളം വ്യക്തമാക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ MA ബേബി പറഞ്ഞു തിരുത്തൽ നടപടികൾ വേണ്ട സ്ഥലങ്ങളിലൊക്കെ സ്വീകരിക്കും. കേരളത്തിലുണ്ടായത് വലിയ തോൽവി തന്നെയായിരുന്നു എന്നാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. തിരുത്തൽ രേഖയടക്കം ബ്രാഞ്ച് തലങ്ങളിൽ എത്തിച്ച് കൃത്യമായ തിരുത്തൽ അത് താഴെ തട്ടിൽ തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണ്. 4 അംഗങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ആ സംസാരിച്ചെടുത്താണ് ഇത്തരത്തിലേക്കൊരു വിമർശനം വന്നിരിക്കുന്നത്. പാർട്ടി കോട്ടകളിലുണ്ടായ തോൽവി അത് അണികൾ തന്നെ പാർട്ടിയെ തിരുത്തിയതിന് തുല്യം എന്നുള്ള നിഗമനം, ചർച്ച അതാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ സംഭവിച്ചത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് നടക്കുന്നത്. P. സതീദേവി ഉൾപ്പെടെയുള്ള 4 നേതാക്കൾ, P. സതീദേവി, ഒപ്പം തന്നെ P. രാജീവ്, എളമരം കരീം തുടങ്ങിയ 4 നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചുവെന്നാണ് YS അഭിനന്ദ് റിപ്പോർട്ട് ചെയ്തത്.